മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച യുവതിയുടെ പരാതിയിൽ നടൻ നിവിൻ പോളി ഉൾപ്പെടെ 6 പേർക്കെതിരെ കേസെടുത്തു. നേര്യമംഗലം സ്വദേശിയുടെ പരാതിയിൽ എറണാകുളം മൂന്നുകൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. തനിക്കെതിരായ പീഡന പരാതി വ്യാജമെന്ന് കണ്ടെത്തി പോലീസ് തള്ളിക്കളഞ്ഞതാണെന്ന് നടൻ നിവിൻ പോളി പ്രതികരിച്ചു. 1.5 മാസം മുമ്പ് ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ CI വിളിച്ച് പരാതി ലഭിച്ച കാര്യം അറിയിച്ചു. വസ്തുതയില്ലെന്ന് കണ്ടെത്തിയതിനാൽ കേസ് ക്ലോസ് ചെയ്തെന്നും പറഞ്ഞിരുന്നു. പരാതിക്കാരെ തനിക്കറിയില്ല, ഏത് അന്വേഷണവുമായി സഹകരിക്കുമെന്നും നിവിൻ പോളി പറഞ്ഞു. 1.5 മാസം മുമ്പാണ് എന്നെ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത്. ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് ഒരു CI ആണ് വിളിച്ചത്, പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ വാസ്തവമില്ല, ഇതൊരു ഫേക്ക് കേസാണെന്ന് പറഞ്ഞിട്ട് അതന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. എനിക്കിത് ഒരു പരിചയമില്ല, ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല, ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസ് ആണ്. അതിന് ഞാൻ നിയമത്തിൻ്റെ എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണ്. ഇത് ഒരാൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ, ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിവിൻ പോളിക്കെതിരായ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് യുവതി 24നോട്. AK സുനിലാണ് നിവിൻ പോളിയെ പരിചയപ്പെടുത്തിയത്. പിന്നീട് നിവിൻ പോളിയുടെ ഗ്യാങ് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരി പറയുന്നു. പോലീസ് അന്വേഷിച്ച് സത്യം തെളിയിക്കട്ടെന്നും യുവതി 24നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. അതെ, AK സുനിൽ വഴിയാണ് ഞാൻ നിവിൻ പോളിനെ പരിചയപ്പെട്ടത്. AK സുനിലാണ് എനിക്ക് അറിയാവുന്നത്, പ്രൊഡ്യൂസർ. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് നിവിൻ പോളിനെ പരിചയപ്പെടുത്തി തന്നത്. AK സുനിലാണ് ഫസ്റ്റ് അഡ്ജസ്റ്റ് സിനിമയിൽ ചാൻസ് വേണമെങ്കിൽ നമുക്ക് ഒരു നല്ല റോൾ കിട്ടണമെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാവണമെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ചെറിയ ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞ ശേഷമാണ് നിവിൻ പോളി ഗ്യാങ് AK സുനിലിൻ്റെ ഗുണ്ടകൾ എന്ന രീതിയിലാണ് നമ്മുടെ അടുത്ത് വന്നത്. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ, എന്താണെന്ന് തെളിയട്ടെ. ഞാനും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. എബിൻ ജോസ് വിശദാംശങ്ങളുമായി ചേർന്നു. എബിന്, കേസിൽ ഉറച്ചു നിൽക്കുകയാണ് പരാതിക്കാരി. അതേസമയം പരാതികളും അത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് നിവിൻ പോളി. ഇനി എന്തൊക്കെയായിരിക്കും കേസിലെ തുടർ നടപടികൾ? പരാതിക്കാരി എന്തൊക്കെയാണ് വ്യക്തമാക്കുന്നത്? വിവരങ്ങൾ. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് യുവതി പറയുന്നത്. AK സുനിലിനെ ഒരു തവണ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് നിവിൻ പോളി പറഞ്ഞത്. ഈ വാദങ്ങളെ പരാതിക്കാരി തള്ളുകയാണ്. AK സുനിലാണ് നിവിൻ പോളിയെ പരിചയപ്പെടുത്തി തന്നത്. അതിനുശേഷം പിന്നീട് നിവിൻ പോളിയുടെ ഗ്യാങ് ഭീഷണിപ്പെടുത്തി എന്നുള്ള ആരോപണം യുവതി ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഇതിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ടത് പോലീസാണ്. പോലീസ് അന്വേഷിച്ച് സത്യം പുറത്തു വരട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. തനിക്ക് പിന്നിൽ ആരുമില്ല, വലിയ സംഘമുണ്ടെന്നൊക്കെയുള്ള ആരോപണമുണ്ട്. അങ്ങനെ ആരുമില്ല. നേരത്തെ ഈ പരാതി നൽകിയതാണ്. പക്ഷെ അന്ന് ലോക്കൽ പോലീസ് ഇത് അവഗണിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും പരാതി നൽകിയത്. അതുകൊണ്ട് തന്നെ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, അന്വേഷിച്ച് സത്യം തെളിയിക്കട്ടെ എന്നുള്ളതാണ് യുവതിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. സുഹൈൽ. എബിൻ, നിവിൻ പോളിയും പറയുന്നുണ്ട് 1 മാസം മുമ്പ് യുവതി അവരുടെ പരിധിയിലുള്ള സ്റ്റേഷനിൽ പരാതിപ്പെട്ടിരുന്നു, CI വിളിച്ചിരുന്നു. ആ പരാതി എന്തുകൊണ്ട് കാര്യക്ഷമമായി അന്വേഷിച്ചില്ല എന്ന് പോലീസ് വിശദീകരിക്കുന്നുണ്ടോ? അതിൽ തൃപ്തികരമായ ഒരു അന്വേഷണം നടക്കാത്തത് കൊണ്ടാണല്ലോ യുവതി ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആ ടീമിനെ ബന്ധപ്പെടുന്നത്. പോലീസിന്റെ ഒരു വിശദീകരണം, ലോക്കൽ പോലീസിന്റെ വിശദീകരണം നമുക്ക് ലഭ്യമാണോ? ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോക്കൽ പോലീസ് കൃത്യമായ വിശദീകരണം നൽകുന്നില്ല. കാരണം SIT ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. നിലവിൽ ദുബായിൽ വെച്ചാണ് ഈ കുറ്റകൃത്യം നടന്നു എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുവതിയുടെ പരാതി ഊന്നുകൽ സ്റ്റേഷനിൽ ഉള്ളത് കൊണ്ടാണ് ഇവിടെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൊഴി അടക്കം SITക്ക് കൈമാറും. അതിന്റെ കൃത്യമായ അന്വേഷണം നടത്തേണ്ടത് SIT ആണ്. ആ രീതിയിലായിരിക്കും അന്വേഷണം മുന്നോട്ട് പോകുക. നേരത്തെയുള്ള പരാതിയെ സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം നൽകുന്നില്ല. യുവതി പറഞ്ഞത് മാത്രമാണ് നമുക്കറിയാം. നേരത്തെ പരാതി നൽകിയിരുന്നു. പക്ഷേ ഇത് ദുബായിൽ നടന്നൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ലോക്കൽ പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള മറുപടിയൊക്കെ ലഭിച്ചു എന്നാണ് യുവതിയുടെ ഭാഗത്തുനിന്ന് പറയുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല. ഏതായാലും നിലവിലെ കേസ് ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടിട്ടുണ്ട്. അതിൽ പ്രാഥമികമായ മൊഴിയെടുപ്പ് നടന്നു. ഇനി അതിനുശേഷം കൂടുതലായി SIT ആണ് അന്വേഷിക്കേണ്ടത്. കൂടുതൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും മൊഴിയെടുക്കുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ശരി, എബിൻ ജോസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. പ്ലേസ് ഓഫ് ഒക്യൂറൻസ് ദുബായിലാണ്, SITയിലാണ് വീണ്ടും യുവതി പരാതിപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലോക്കൽ പോലീസ് ഇപ്പോൾ വീണ്ടും FIR ഇട്ടിരിക്കുന്നത്. തുടർ നടപടികൾ ഉണ്ടാകുമെന്നാൽ പരാതി പൂർണ്ണമായി തള്ളുകയാണ് നിവിൻ പോളി.